ഹലോ കൂട്ടുകാരെ, ഏവർക്കും ചിത്തു വേഴ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന വളരെ ഈസിയും ടേസ്റ്റിയുമായി ഉണ്ടാക്കാൻ പറ്റുന്ന ഗ്രീൻ പീസ് കറിയുടെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. തലേ ദിവസം 1.5 കപ്പ് ഗ്രീൻ പീസ് കുതിർക്കാൻ വെച്ച് 3-4 പ്രാവശ്യം നന്നായി കഴുകി കുക്കറിലേക്ക് ഇടുക. ഞാൻ കുക്കറാണ് ഉപയോഗിക്കുന്നത്, നിങ്ങൾക്ക് വേണമെങ്കിൽ കടായിയും ഉപയോഗിക്കാം. കുക്കറിൽ ആവശ്യത്തിന് ഗ്രീൻ പീസ് മുങ്ങത്തക്ക രീതിയിൽ വെള്ളവും ഒഴിച്ച് അതിനുശേഷം ആവശ്യത്തിന് ഉപ്പിടുക, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഇളക്കുക. എന്നിട്ട് നമുക്ക് കുക്കറിൻ്റെ ടോപ്പ് അടച്ച് ഗ്യാസ് ഓൺ ചെയ്ത് ലോ ഫ്ലെയിമിൽ കുക്കർ ഗ്യാസ് സ്റ്റൗവിന് മേലെ വെച്ച് 4 വിസിലടിക്കുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഫുൾ എയർ പോയ ശേഷം മാത്രം നമ്മൾ കുക്കർ ഓപ്പൺ ചെയ്യുക. ഇനി ഗ്യാസ് സ്റ്റൗ കത്തിച്ച് ഒരു മൺചട്ടിയാണ് നമ്മൾ അടുപ്പിലേക്ക് വെക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കടായി ഉപയോഗിക്കാം. ഞാനിവിടെ ഉപയോഗിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിക്കുന്നുണ്ട്. ഒരു പട്ടയുടെ കഷ്ണം ഞാൻ 2ആയിട്ട് കട്ട് ചെയ്തിട്ടാണ് ഇടുന്നത്. 2 ഏലക്ക, 2 ഗ്രാമ്പു, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റാണ് ഞാൻ ഇവിടെ ചേർക്കുന്നത്. അതൊന്ന് മൂത്ത് വരുന്നവരെ ഒന്ന് നമുക്ക് വഴറ്റാം. വഴറ്റും ഒരു പച്ചമണം പോകാനാണ്. അതിനുശേഷം നമ്മൾ വലിയൊരു 2 സവാളയാണ് എടുത്തിരിക്കുന്നത്. ആ വലിയ 2 സവാളയും അതിലേക്ക് ചേർത്ത് ഒന്ന് വഴറ്റി ബ്രൗൺ നിറമാവുന്നവരെ വഴറ്റിക്കൊണ്ടിരിക്കുക. സവാള ഒന്ന് വഴണ്ടി വരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഞാനിവിടെ നമ്മുടെ സവാള വതങ്ങി പാകത്തിന് വന്നു. ഇനി നമ്മളൊരു തക്കാളിയാണ്, വലിയ തക്കാളി എടുത്തിരിക്കുന്നത്, ആപ്പിൾ തക്കാളിയല്ല, ഒരു സാധാ തക്കാളിയാണ് ഇട്ടിരിക്കുന്നത്. അത് ഒരുപാട് വഴറ്റി ഉടഞ്ഞു പോകരുത്. തക്കാളി വഴണ്ടി വന്നതിന് ശേഷം നമ്മുടെ പൊടികളായ 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും, നമ്മൾ നേരത്തെ പച്ചമുളക് ചേർത്തതുകൊണ്ട് 1 ടേബിൾ സ്പൂൺ മതി. അതിനുശേഷം 1/2 ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് എല്ലാം കൂടി ഒന്ന് വഴറ്റി പാകമാവുന്നവരെ ഒന്ന് പച്ചമണം പോകുന്നവരെ ഒന്ന് വഴറ്റി നേരത്തെ വേവിച്ച് വെച്ച ഗ്രീൻ പീസ് അതിലേക്ക് ചേർത്ത്, നമ്മൾ ഗ്രീൻ പീസ് ഉപ്പിട്ട് വേവിച്ചതുകൊണ്ട് വേറെ എക്സ്ട്രാ ഉപ്പൊന്നും ചേർക്കുന്നില്ല. എന്നിട്ട് എല്ലാം കൂടി യോജിപ്പിച്ച് ഒരു 10 മിനിറ്റ് ഒന്ന് സെറ്റാവുന്നവരെ നമുക്കൊന്ന് അടച്ച് വേവിക്കാം. അതിനുശേഷം നമുക്ക് അടപ്പൊന്ന് തുറന്ന് നമ്മുടെ ഗ്രീൻ പീസ് കറി റെഡിയായി. അതിനൊരു പ്രത്യേക ഫ്ലേവറും ഒരു ടേസ്റ്റിനും വേണ്ടി ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും കുറച്ച് മല്ലിയിലയും ഒന്ന് വിതറി കൊടുത്ത് എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ച് ആ ഫ്ലേവർ നമ്മുടെ ഗ്രീൻ പീസ് കറിയിലേക്ക് പിടിക്കാൻ വേണ്ടി ഒന്ന് ഇളക്കി അടച്ചു വയ്ക്കുക. എന്നിട്ട് നമുക്ക് സ്റ്റൗ ഓൺ ചെയ്ത് ഒരു പാൻ വെച്ച് ഇനി കടുക് തളിക്കുന്ന പരിപാടിയാണ്. ഒരു 3 ടേബിൾ സ്പൂൺ ഓയിലും 1/2 ടേബിൾ സ്പൂൺ കടുകും വളരെ കുറച്ച് മാത്രം കറിവേപ്പിലയും നമ്മുടെ ആവശ്യാനുസരണം ചേർത്താം. അതിനുശേഷം നമുക്ക് താളിച്ചത് കറിയിലേക്ക് ഒഴിച്ചു. ഇനി നമുക്ക് ഒന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം വളരെ രുചികരമായും ടേസ്റ്റിയായും ഗ്രീൻ പീസ് കറി റെഡി.